ജനങ്ങളെ പിഴിയാത്ത പഞ്ചായത്തിന്റെ തനതു ഫണ്ട് വർദ്ധിപ്പിക്കാൻ വഴി കാണണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. ജനങ്ങളെ പിഴിയാതെ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ വഴി കാണണം. അലക്ഷ്യമായി പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടില്ല. വളരെ കുറച്ചുപേർ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ ഇടപെടുന്ന പഞ്ചായത്ത് ജീവനക്കാർക്കും ഭരണസമിതിക്കും വേണ്ട പിന്തുണ ജനങ്ങൾ നൽകണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടു. ഞാൻ അടിവരയിട്ട് പറയുന്നത്, പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെയാണോ മാർഗങ്ങൾ, ജനങ്ങളെ പിഴിഞ്ഞെടുത്തല്ല കേട്ടോ, ജനങ്ങളെ പിഴിയാതെ തന്നെ എങ്ങനെയൊക്കെ പഞ്ചായത്തിന് തനതായി ഫണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും, അതിനായിരിക്കണം പഞ്ചായത്ത് ഊന്നൽ കൊടുക്കേണ്ടത്. 2, ആരോഗ്യമുള്ള ജനതയാണ് കതിരൂരിൻ്റെ മുഖമുദ്ര എന്ന് പറയുമ്പം ആരോഗ്യം പോലെ തന്നെ പഞ്ചായത്തിനെ പൂർണ്ണമായും ഹൈജീനിക്കാക്കി, വൃത്തിയും വെടിപ്പുമുള്ള പഞ്ചായത്താക്കി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്ന രീതി, പൊതുവഴിയിൽ മാലിന്യം കൊണ്ടുപോയി എറിയുന്ന സംസ്കാരം, അതൊക്കെ കേരളത്തിൽ തനതായ രീതിയിൽ കുറഞ്ഞു വന്നു. എന്നാലും ചില ഒറ്റപ്പെട്ട ശീലം ഇപ്പോഴുണ്ട്. അതിന് നിയമപരമായ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ സാധിക്കൂ. അപ്പം നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്ത് ജീവനക്കാരും ഒപ്പം അവർക്കാവശ്യമായ പിന്തുണയും ജനങ്ങൾ നൽകണം. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. ആരോഗ്യമുള്ള ജനതയാണ് കതിരൂരിന്റെ മുഖമുദ്ര. ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതുപോലെ പഞ്ചായത്തിലാകെ വൃത്തിയും വെടിപ്പും നിലനിർത്തണമെന്നും സ്പീക്കർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് പി സുജയ അധ്യക്ഷത വഹിച്ചു. പി സനിൽ, കെ വി പൗത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.